അവളെവിടെ? ആര്? വലിയ വീട്ടിൽ കൃഷ്ണൻകുട്ടി മേനന്റെ പൊന്നോമന പുത്രി ഇന്ദു മേനൻ, എന്റെ ഫോമർ പട്ടമഹിഷി. അവിടുത്തെ ഒന്ന് മുഖം കാണിക്കാൻ വന്നതാ. എന്താണാവോ കാര്യം? അത് മുഖതാവിൽ തന്നെ ഉണർത്തിക്കേണ്ടതാണേ. അവളെപ്പോ കാണാൻ പറ്റില്ല. കണ്ടേ പറ്റൂ. മേനൻ സാറേ, അന്യായമായ നിഷേധങ്ങൾക്ക് മുന്നിൽ അനുസരണക്കേട് കാണിച്ച ശീലമേ ഉള്ളൂ രാജീവിന്. രാജീവ് മേനോന്റെ അനുസരണക്കേടും ശീലങ്ങളും ഒക്കെ നന്നായി അനുഭവിച്ചറിഞ്ഞോളാണല്ലോ ഞാൻ. എന്റെ മോനെവിടെ? എവിടെയെന്നാണ് ചോദിച്ചത്? എനിക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞുകൂടെ? മകന്റെ സംരക്ഷണാവകാശത്തിന് വേണ്ടി കുടുംബ കോടതിയിൽ മുതലക്കണ്ണീരൊഴുക്കി അത് നേടിയെടുത്തവളല്ലേ നീ? അവൻ എവിടെയെന്നറിയേണ്ടത് അവന്റെ അച്ഛന്റെ ന്യായമായ അവകാശമാണ്. അത് ബോധ്യപ്പെടുത്തേണ്ടത് നിന്റെ ഉത്തരവാദിത്വവും. ഇപ്പോഴെന്തിനാടോ ഈ ഒച്ചയും ബഹളമൊക്കെ? ഡിവോഴ്സ് പെറ്റീഷനിൽ ആദ്യത്തെ ഒപ്പ് നിന്റേതായിരുന്നില്ലേ? അതെ, ഇന്ദുമേനൻ ആഗ്രഹിച്ച സ്വാതന്ത്ര്യം കൊടുക്കാൻ എനിക്ക് അതേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ. താലി കെട്ടിയ പെണ്ണിന് വിരൽ തുമ്പിൽ ചലിക്കുന്ന കമ്പ്യൂട്ടറിലെ കീബോർഡിന്റെ സ്ഥാനം നൽകിയ കമ്പ്യൂട്ടർ വിസാർഡ്. നിങ്ങൾ നൽകിയ സ്വാതന്ത്ര്യം അതല്ലേ? അത്രയ്ക്ക് പഴഞ്ചനായിരുന്നു നിങ്ങളുടെ മനസ്സ്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് മോസ്റ്റ് മോഡേൺ ഭർത്താവാകാൻ കഴിയാതെ പോയത് എന്റെ മഹാ അപരാധങ്ങളിൽ ഒന്ന്. അത് പഴമയുടെ പൈതൃകത്തോടും പാരമ്പര്യത്തോടുമുള്ള കൂറാണെന്ന് കൂട്ടിക്കോ. എന്നിട്ടും എന്റെ പഴമനസ് ഭാര്യയെ അടിമയായി കണ്ടില്ല. ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം ഒരു അവകാശമുണ്ട്. നെഞ്ചിൽ തൊട്ട് സ്വന്തമെന്ന് പറയാനുള്ള അവകാശം. ആ അവകാശമാണ് ദാമ്പത്യത്തിന്റെ അടിത്തറ. പക്ഷെ നിന്നെ പോലുള്ള ഹൈ സൊസൈറ്റി പൊങ്ങച്ചങ്ങൾക്ക് അത് വെറും കൈവശക്കാരന്റെ ഉടമസ്ഥാവകാശം മാത്രമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എന്റെ രണ്ടാമത്തെ തെറ്റ്. തനിക്കിപ്പോ എന്താ വേണ്ടേ? ഈ കുടുംബമായിട്ടുള്ള സകല ബന്ധം അവസാനിപ്പിച്ചതല്ലേ? അങ്ങനെയൊന്നും അവസാനിപ്പിക്കാൻ പറ്റില്ല മേന്നെ. അവസാനിപ്പിച്ചാലും അവശേഷിക്കുന്ന ഒരു ബന്ധമുണ്ട്. എനിക്ക് നിങ്ങളുടെ മകളിലുണ്ടായ കുഞ്ഞ്, ഞങ്ങളുടെ മകൻ. കോടതി വിധിയുടെ ആനുകൂല്യം നേടിയെങ്കിലും സൃഷ്ടിയുടെ അവകാശത്തിലെ എന്റെ പങ്ക് ഒരു കോടതിക്ക് നിഷേധിക്കാനാവില്ല, നിങ്ങളുടെ മകൾക്ക് പോലും. താരാട്ടിന്റെ ഈണവും അമ്മയുടെ ചൂടും അറിയാതെ വളർന്നവനാ ഞാൻ. അതുകൊണ്ട് മാത്രമാ അമ്മയുടെ സ്നേഹം എന്റെ മോൻ ആവോളം ആസ്വദിച്ചോട്ടെ എന്ന് കരുതി ഒരു അപ്പീലിനും പോകാതെ കോടതി വിധി കണ്ണും പൂട്ടി അംഗീകരിച്ചത്. ഇല്ല, ഇനി അവനെ കണ്ടുപിടിച്ച് അവന്റെ ഉടമസ്ഥാവകാശത്തിന് വേണ്ടി അതേ കോടതിയിൽ ഞാൻ പോരാടും. മകനെ അനാഥനായി തെരുവിലെറിഞ്ഞ ഒരു അമ്മയുടെ പുത്രവാത്സല്യത്തിലെ പൊള്ളത്തരം തിരിച്ചറിയാൻ കോടതിക്ക് കണ്ണുണ്ടെങ്കിൽ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി എന്റെ മകൻ വളരും എന്നോടൊപ്പം. കിടക്കായിരുന്നില്ലേ മോളെ? നേരം ഒരുപാടായി. കിടന്നാലും എനിക്ക് ഉറക്കം വരില്ല അച്ഛാ. എന്റെ മോനെ എനിക്ക് നഷ്ടപ്പെട്ടിട്ട് എത്ര നാളായെന്ന് അച്ഛനറിയോ? ഞാനൊന്നും ചെയ്യുന്നില്ല എന്നാണോ നീ പറയുന്നത്? DGPയെ കൊണ്ട് സകല പോലീസ് സ്റ്റേഷനിലേക്ക് വയർലെസ് മെസ്സേജ് കൊടുപ്പിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യണ്ടേ? മകനെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ ദുഃഖം മനസ്സിലാക്കാൻ ഈ അച്ഛനാവും മോളെ. ഇതിന്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത് അവൻ തന്നെയാ, ആ രാജീവ്. നോക്കിക്കോ, അവൻ ഏത് പാതാളത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ശരി, ഒരു പോറല് പോലും ഏൽക്കാതെ നിന്റെ മോനെ ഈ അച്ഛൻ തിരിച്ചു കൊണ്ടുവരും. എന്റെ മോളുടെ ജീവൻ രക്ഷിച്ച നിന്നെ ഞാൻ സഹായിച്ചില്ലെങ്കിൽ അതിന് ദൈവം പോലും ക്ഷമിക്കില്ല. അതുകൊണ്ട് ഇനി ഒരിക്കലും ആരും കണ്ടുപിടിക്കാത്ത സുരക്ഷിതമായ ഒരു സ്ഥലത്ത് മോനെ ഞാൻ എത്തിക്കാം. നാളെ രാത്രി തന്നെ എല്ലാരും കയറ്റിവിടും. യെസ് ബോസ്. ബോസാ, ആ ഫിറോസും ആൽബർട്ടും 5-6 കുട്ടികളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. അല്ല, ഇന്ന് എല്ലാവർക്കും എന്ത് പറ്റി? ആകെ ഒരു മ്ലാനത. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. ആ ജോജി ഇന്നലെ മുതൽ കാണുന്നില്ല മോളെ. നേരോ? എന്റെ ബലമായ സംശയം ആ പയ്യനെ അനാഥാലയത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് പിടിച്ചുകൊണ്ടുപോയോന്നാ. അവൻ അച്ഛനും അമ്മയും ഉണ്ടെന്നുള്ള കാര്യം മറച്ചു വെച്ച് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതിനവൻ എന്തെങ്കിലും കാര്യം കാണും. കണ്ടാൽ അറിയില്ലേ, നല്ല ബ്രെയിനുള്ള കൊച്ചനാ. ആശാനെ, കണ്ണുകുത്തി പൊട്ടിച്ചും കയ്യും കാലും തല്ലി ഓടിച്ചും പിള്ളേരെ പിച്ചതണ്ടാൻ കൊണ്ടുപോകുന്ന ഒരു സംഘം ആളുകൾ നഗരത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്നാ ഞാൻ കേട്ടത്. ആണോ? ആ പയ്യന് വല്ലതും സംഭവിച്ചാ നമ്മളൊക്കെ തൂങ്ങും. ആശാൻ ആ പയ്യൻ അപ്പോയിന്റ് ചെയ്തപ്പോഴും എനിക്ക് സംശയം ഉണ്ടായിരുന്നു. വേണ്ട എന്ന് പറയാൻ ഞാൻ ഒരുങ്ങിയതാ. ഇനിയിപ്പോ വരുന്ന അനുഭവിച്ചോ? എടാ അൻപാല, പേശി പേശി എന്നെ കുഴി തള്ളാതടാ. ഒന്ന് സഹായിക്കടാ, നമുക്ക് അവനെ ഒന്ന് തരാ. ഈ അണ്ടകടാഹം പോലുള്ള സിറ്റിയില് ഇത്തിരി പോന്ന ചെറുക്കനെ എവിടെ പോയി തരാനാ? നമുക്കൊരു പണി ചെയ്യാം. ടിവിയിൽ ഒരു പരസ്യം കൊടുത്താലോ? ഓ, അതൊന്നും വേണ്ട.
അതൊക്കെ വലിയ ചെലവാ. നക്കാപ്പിച്ച കാശ് പോലും എടുക്കാതെ നമുക്ക് അതൊന്നും പറ്റൂലടാ. ഐഡിയ, പഞ്ചറൊട്ടിക്കാൻ പോകുന്ന വഴിക്ക് സെർച്ച് ചെയ്യാം. നീ ഇതെവിടായിരുന്നു? 25 കുട്ടികളെ ഇന്ന് രാത്രി ബോംബെയിലേക്ക് കയറ്റി വിടേണ്ടതാ. എക്സ്ക്യൂസ് മീ, ആ 25 കുട്ടികളിൽ ഞാൻ അന്വേഷിക്കുന്ന കുട്ടി ഉണ്ടോന്ന് ഒന്ന് നോക്കിക്കോട്ടെ. ആരാടാ നീ? ഞാൻ ഇച്ചുവോക്ക് ആ കുട്ടി അന്വേഷിച്ചു വന്ന സച്ചേ. സച്ചേ മോനെ, സച്ചി നീയാണോ? സച്ചി അല്ലല്ലേ. സച്ചിനെ മോനേടാ, സച്ചേ. സച്ചിനെ മോനെ, മോനെ അല്ലല്ലേ. സച്ചേ, സച്ചേ. പിടിക്കണ അവനെ. കണ്ടാലല്ലേ പിടിക്കാൻ പറ്റുള്ളൂ. എന്നെ പിടിക്കണ്. അടിക്കണ അവനെ. അയ്യോ, അവൻ എന്നെ അടിക്കണെന്തിനാ? അങ്ങനെയല്ല, അങ്ങനെയല്ല, ദേ ഇങ്ങനെ കണ്ടാ കൊണ്ടാ. കൊണ്ടു. ഒരു മിനിറ്റ്, ഒന്ന് കേറി, ഇതിനകത്ത് കേറി. അങ്ങനെ വാടാ. ഛെ, ഇതാ ഓടോ. എന്നെ പൂക്കളിച്ച് സാറേ. സച്ചിൻ, സച്ചിൻ, സച്ചിൻ. മിസ്സസ് സിന്ധു മേനോൻ. അതെ, ആരാ സംസാരിക്കുന്നേ? സോറി, ഇപ്പൊ എന്റെ ഐഡന്റിറ്റി വെളിവാക്കാൻ പറ്റില്ല. നിങ്ങളുടെ മകൻ സച്ചിൻ എന്നോടൊപ്പം ഉണ്ട്. എന്താ? നിങ്ങൾ ആരാ? അതൊക്കെ സൗകര്യം പോലെ പറയാം. കുട്ടിയെ കൈമാറാം.
പക്ഷേ നിങ്ങൾ എന്ത് തരുമെന്ന് എനിക്കറിയണം. നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും തരാം. എനിക്ക് എന്റെ മോനെ കിട്ടിയാൽ മതി. ഞാൻ വീണ്ടും വിളിക്കും. അതിനു മുമ്പ് നിങ്ങളുടെ ഭർത്താവ് എന്ത് തരുമെന്ന് ഞാൻ അറിയട്ടെ. യെസ് രാജീവ്. നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മകൻ ഞങ്ങളോടൊപ്പം ഉണ്ട്. പക്ഷേ അവനെ തിരിച്ചേൽപ്പിക്കണമെങ്കിൽ എനിക്ക് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. നിങ്ങൾ ആരാ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഉദ്ദേശമൊക്കെ പിന്നാലെ പറയാം. ആദ്യം ഞങ്ങളുടെ കണ്ടീഷൻ നിങ്ങൾ അനുസരിക്കുമോ എന്നറിയട്ടെ. പറയൂ, നിങ്ങളുടെ ഏത് കണ്ടീഷനും അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. മകനെ തിരിച്ചു കിട്ടാൻ രാജീവ് മേനോൻ എന്ത് തരും? നിങ്ങൾ ചോദിക്കുന്നത് എന്തും. എനിക്ക് എന്റെ മോനെ കിട്ടിയാൽ മാത്രം മതി. എങ്കിൽ നാളെ രാവിലെ കൃത്യം 10 മണിക്ക് മുപ്പാലത്തിനടുത്തുള്ള ഗോഡൌണിൽ വരിക. ഹലോ, ഇങ്ങോട്ട് വരട്ടെ, എഴുന്നള്ളിച്ചോണ്ട് പോകാൻ. ഇപ്പൊ ഒരു മമ്മിയും ഡാഡിയും വന്നിരിക്കുന്നു. ചാകാൻ വേണ്ടി തന്നെയാ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയെ. ചോര ഒലിപ്പിച്ച് റോഡിൽ കിടന്ന എന്നെ അനാഥാലയത്തിൽ എത്തിക്കാനും ഒരാളുണ്ടായി, ചാകാനും സമ്മതിക്കാതെ. നിനക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാ? നല്ല വീട്, നല്ല സ്കൂള്, സമയാസമയം നല്ല ഭക്ഷണം, വേറെന്താ വേണ്ടത്? ഇതൊന്നും ഇല്ലാത്ത എത്രയോ കുട്ടികൾ ലോകത്തുണ്ടെന്ന് മോൻ അറിയാമോ? അച്ഛനും അമ്മയും തമ്മിൽ എന്നും വഴക്കാ. അത് കണ്ട് കണ്ട് ഞാൻ മടുത്തു. എന്റെ കൂട്ടുകാരെ പോലെ മമ്മീടെയും ഡാഡിയുടെയും കൈ പിടിച്ച് ഒരു ദിവസമെങ്കിലും സ്കൂളിൽ പോണോന്ന് ഞാനും ആഗ്രഹിക്കൂലേ? ഹോംവർക്ക് ചെയ്യാത്തതിന് മമ്മി അടിക്കുമ്പോ ഡാഡി കൊണ്ടുപോയി കൊഞ്ചിക്കണമെന്ന് ഞാനും കൊതിക്കും. വഴക്കോടി പിരിഞ്ഞു പോയ ഡാഡിയും മമ്മിയും പിന്നെ ഞാൻ ഒരുമിച്ച് കാണുന്ന കോടതിയില്ല. എനിക്ക് ആരെ ഇഷ്ടം, ആരുടെ കൂടെ പോണോന്ന് ജഡ്ജി അങ്കിൾ എന്നോട് ചോദിച്ചപ്പോ ഞാൻ എന്താ പറയേണ്ടിയിരുന്നു അങ്കിളെ? പിന്നെ കോടതി എന്ന് പറഞ്ഞ പോലെ അമ്മയുടെ വീട്ടിലായി. ഏത് നേരം ഡാഡിയെ കുറ്റം പറയും. പലപ്പോഴും ഫോണിൽ ഡാഡിയോടൊന്ന് മിണ്ടിന്ന് അറിഞ്ഞ പിന്നെ അമ്മയ്ക്ക് അത് മതി. ശരിയാ, പണവും സൗകര്യത്തെക്കാളും വേറെ സ്നേഹവും വാത്സല്യവുമാണ് കുട്ടികൾക്ക് വേണ്ടത്. നിനക്കത് വേണ്ട പോലെ കിട്ടിയിട്ടില്ല. മോനെന്തിന് വിഷമിക്കുന്നു? നിന്നെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ഒരു മുത്തച്ഛനില്ലേ? മുത്തച്ഛന് സ്വന്തം കാര്യം നോക്കാൻ തന്നെ നേരില്ല, പിന്നെ എന്നെ. കുറച്ചെങ്കിലും സന്തോഷം തോന്നിയത് ബോസങ്ങളുടെ അടുത്ത് എത്തിയപ്പോഴ. മോൻ അങ്കിളിനോട് സ്നേഹമുണ്ടോ? സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ അച്ഛനും അമ്മയും ഇല്ലെന്ന് മോൻ എന്നോട് കള്ളം പറഞ്ഞത്? അതിലെനിക്ക് വിഷമമുണ്ട്. കരയാതെ മോനെ, കരയാതെ. ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോ മോന്റെ വിഷമം ഒക്കെ മാറും. എനിക്കൊരു കഥ പറഞ്ഞുതരോ അങ്കിളെ? ഓ, പറഞ്ഞുതരാമല്ലോ മോനെ. വേതാളത്തിന്റെ കഥ മതിയോ? അങ്കിളുടെ കഥയാ? പോടാ അവിടുന്ന്. വിക്രമാദിത്യ മഹാരാജാവിന്റെ കഥയാ അത്. കള്ള അവൻ. ആ, എത്തിയല്ലോ. ഏതായാലും മകനോട് സ്നേഹമുള്ള അച്ഛനമ്മമാരാണെന്ന് മനസ്സിലായി. എന്റെ മോനെവിടെ? തിരക്ക് കൂട്ടാതെ രാജീവ് സാറേ, ഏത് കാര്യത്തിനും അതിൻ്റെതായ നടപടിക്രമങ്ങളില്ലേ? നിങ്ങൾക്ക് ആവശ്യമുള്ള പണം അത് എത്ര തന്നെ ആയാലും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓഹോ, ഇന്ദുമേനോനോ? കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് എന്റെ മോനെ തിരികെ വേണം. നിങ്ങൾ ഓരോരുത്തരും തരുന്ന ലക്ഷങ്ങളുടെ കണക്കനുസരിച്ച് മോനെ 2ആയി മുറിച്ച് പങ്കുവച്ചു തരാം. എന്താ, സമ്മതമാണോ? ഇതൊക്കെ ചോദിക്കാനും പറയാനും ഇടനിലക്കാരനായ എനിക്ക് എന്ത് അവകാശം? യാതൊരു അവകാശമില്ല. പക്ഷേ അവകാശമുള്ള ഒരാളുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് സച്ചിനെ തേടിപ്പിടിച്ച് ഈ കൂടിക്കാഴ്ച ആസൂത്രണം ചെയ്ത ഒരാൾ. സച്ചിനെ കസ്റ്റഡിയിൽ വെച്ച് ഒരു അജ്ഞാതനാണെന്ന മട്ടിൽ ഫോൺ ചെയ്യുക, എന്നിട്ടൊരു ഒഴിഞ്ഞ കെട്ടിടം കണ്ടെത്തി
പണവുമായി അവിടെ എത്താൻ പറയുക. എന്തിനായിരുന്നു അച്ഛാ ഈ വിഡ്ഢിവേഷം കെട്ടൽ എന്നല്ലേ നിന്റെ ചോദ്യം? വിഡ്ഢിവേഷം കെട്ടിയതല്ല, കെട്ടിച്ചതാ നിങ്ങൾ. അച്ഛാ, ഒരു ക്ഷമാപണത്തിലോ പുഞ്ചിരിയിലോ ഒതുക്കാവുന്ന വെറും ഒരു സൗന്ദര്യപ്പണക്കം അത് വളർത്തി വലുതാക്കി കോടതിയിൽ എത്തിച്ച നിങ്ങളല്ലേ? ആരും ആരുടെ അടിമയല്ലെന്ന ഈഗോ ക്ലാഷും ഒരാൾ മറ്റേയാളേക്കാൾ വലുതാണെന്ന സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളിൽ കൊണ്ടു നടന്നത് നിങ്ങളല്ലേ? അതിനിടയിൽ സ്വന്തം മകന് വേണ്ടത് എന്താണെന്ന് മറന്നുപോയില്ലേ? മകന് വേണ്ടി മറ്റെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായ നിങ്ങൾ ആദ്യം വേണ്ടത് സ്വന്തം മനസ്സിലുള്ള ഈഗോയും കോംപ്ലക്സും ഉപേക്ഷിക്കുകയാണ്. അവനെ നിങ്ങൾ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവന് മാതൃക കാട്ടി അവന് വേണ്ടി പരസ്പരം സ്നേഹിക്കണം. അല്ല, മകനിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ച് വീണ്ടും കൊത്തിക്കീറാനാണ് ഭാവമെങ്കിൽ ഇല്ല, നിങ്ങളുടെ മകൻ നിങ്ങളെ വെറുക്കും. ഇനി തീരുമാനം എടുക്കേണ്ടത് കോടതിയല്ല, നിങ്ങളും ഞാനുമല്ല. മോനെ, എന്റെ പൊന്നുമോൻ ആരുടെ കൂടെ പോണം? എനിക്ക് അച്ഛനെ അമ്മയും വേണം. കേട്ടില്ലേ? ഈ കുരുന്ന മനസ്സാഗ്രഹിക്കുന്നതും അത് തന്നെ. ചെല്ല്. കിട്ടി, സച്ചിനെ കിട്ടി, കിട്ടി. കട്ടപ്പെട്ട് ബുദ്ധിമുട്ടി കടലേഴ് കടന്ന് നിങ്ങളുടെ പുത്രം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. നോക്കൂ, നോക്കൂ, നോക്കൂ. നോക്കിയേ, രണ്ടുപേരെ ഫേസ് കട്ട് ഒന്നല്ലേ നോക്കേ. ഇവനൊരു ചോക്ലേറ്റ് കുട്ടിയല്ലേ? അപ്പൊ ഈ ചോക്ലേറ്റോ? അയ്യടാ, അത് ഡ്യൂപ്ലിക്കേറ്റ് ഇത് ഒറിജിനല്ലേ? ഒറിജിനൽ കൊണ്ട് പോണോ? ഒരെണ്ണം കിട്ടാ. വാടാ, നിനക്ക് അച്ഛനമ്മ വേറെ ഉണ്ടാക്കി തരാം.